പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഫൈറ്റ് ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച്, ഏറ്റവും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന 5 സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച് എന്ന് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറാണ്. പ്രേം നസീർ സാറിനോളം സ്റ്റൈലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു നടനും മലയാള സിനിമയിലില്ല. ഒരു പ്രത്യേക സ്റ്റൈലാണ് നസീർ സാറിൻ്റെ ഫൈറ്റ്. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയിലും കൈ കൊണ്ടിങ്ങനെ ഒരു കൈ മേലോട്ട് കയർത്തി ഒരു പറക്കലുണ്ട്, പറന്നിട്ടുള്ള അടി. അത് കാണുമ്പോൾ അന്ന് തിയേറ്ററിൽ വൻ കരഘോഷം. അത് നസീർ സാറിൻ്റെ മാത്രം പ്രത്യേകതയാണ്, മറ്റു നടന്മാർക്ക് അങ്ങനെ കൊടുക്കുകയില്ല. കാരണം നസീർ സാറിൻ്റെ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ. പിന്നെ അധികം ആൾക്കാരും പറയും നസീർ സാറിന് ഡ്യൂപ്പുള്ളത് പറഞ്ഞാൽ നസീർ സാർ വില്ലനെ തല്ലുമ്പോൾ നസീർ സാറിന് ഡ്യൂപ്പ് ഉണ്ടാവില്ല. അതായത് ഒറിജിനൽ നസീർ സാറിനെ തല്ലുന്നത്, അത് നമ്മൾ ക്ലോസപ്പ് കാണിക്കും നസീർ സാർ തല്ലുന്നത്. നസീർ സാറിനെ തിരിച്ചു തല്ലുമ്പോൾ ആണ് വില്ലന്മാർ തിരിച്ചു തല്ലുമ്പോൾ നസീർ സാർ താഴെ വീഴുന്നതെല്ലാം ഡ്യൂപ്പായിരിക്കും. അത് നസീർ സാർ വീഴുന്നതായിട്ട് കാഴ്ച നസീർ സാറിൻ്റെ വീണിട്ട് എന്തെങ്കിലും എല്ലാറ്റും പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഡസ്ട്രി അവിടെ സ്തംഭിക്കും. നസീർ സാറിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഫിലിം ഇൻഡസ്ട്രി പോകുന്നത്. അപ്പോൾ നസീർ സാർ പരിക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ തകർന്ന്, പിന്നെ ഇൻഡസ്ട്രി തകർന്നു. അതുകൊണ്ട് നിർമ്മാതാക്കളും സംവിധായകരൊന്നും നസീർ സാറിന് വീഴാൻ സമ്മതിക്കില്ല. പിന്നെ നസീർ സാർ തല്ലുമ്പോൾ ഒറിജിനലാണ്. ഉദാഹരണത്തിന് നായാട്ട് എന്ന് പറഞ്ഞ സിനിമ നോക്കിയാൽ മതി. നസീർ സാറും ജയൻ ചേട്ടൻ തമ്മിലൊരു ഫൈറ്റ്. അതിൽ നസീർ സാർ ജയൻ ചേട്ടൻ തല്ലുന്നത് നസീർ സാർ തന്നെയാണ്. അത് ശരിക്കും കാണാം, ക്ലോസപ്പിൽ എടുത്ത് കാണിക്കും നസീർ സാർ തല്ലുന്നത്. അതേസമയം നസീർ സാറിന് ജയൻ തിരിച്ചു തല്ലുന്നുണ്ട്. തിരിച്ചു തല്ലുമ്പോൾ അത് നസീർ സാറല്ല, അത് നസീർ സാറിൻ്റെ വേഷം ഇട്ടിട്ട് വേറെ ഡ്യൂപ്പാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും, കുറച്ച് വലിയ ഹൈറ്റായിട്ട് നസീർ സാറിൻ്റെ അതേ ഉടുപ്പല്ലിട്ടിട്ട് തല്ലുന്നത്. പിന്നെ വീണ്ടും നസീർ സാർ ജയനെ തല്ലുമ്പോൾ നസീർ സാറായിരിക്കും. നസീർ സാറിനെ തിരിച്ചു ചെല്ലുന്ന സമയത്ത് നസീർ സാറില്ല. ആ സമയത്ത് നസീർ സാർ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിനായിട്ടും പോയിട്ടുണ്ടാവും. അവിടെ നസീർ സാർ സെറ്റിലൊന്നും ഉണ്ടാവില്ല. പകരം വേറെ ആളെ അതേപോലെ ഡ്രസ്സ് ഇട്ടിട്ട് അഭിനയിപ്പിക്കുന്നു. അത് നായാട്ടിൽ നസീർ ജയൻ തമ്മിലുള്ള ഫൈറ്റ് നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ 1ാം സ്ഥാനം നസീർ സാറിന്. 2ാം സ്ഥാനം കൊടുക്കേണ്ടത് വിൻസെൻ്റാണ്. വിൻസെൻ്റ് നല്ല ആക്ഷനാണ്. വിൻസെൻറ്റിൻ്റെ ഫൈറ്റ് അത് റിയലായിട്ട് നമുക്ക് കാണാം. തല്ല് കൊള്ളുന്നതും കൊടുക്കുന്നതുമെല്ലാം വിൻസെൻ്റ് തന്നെ. പല ആക്ഷൻ ഫിലിമുണ്ട് നല്ല ഇടിവെട്ട് ഫൈറ്റുള്ള. ഒന്ന് പണ്ടത്തെ പടത്തിൽ പട്ടാളം ജാനകി, പെൺപുലി, അങ്ങനെയുള്ള കുറേ പടങ്ങളുണ്ട്. ഭയങ്കര ഫൈറ്റ്. പിന്നെ 3ാം സ്ഥാനം ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടൻ്റെ ഫൈറ്റിന് കാണാൻ കാണുന്ന രസം ജയൻ ചേട്ടൻ്റെ സാഹസിക രംഗങ്ങളാണ്. അതായത് പിടിച്ച് തൂങ്ങുക, ക്രെയിനിൽ പിടിച്ച് തൂങ്ങൽ, ട്രെയിനിൻ്റെ മേലെ ചാടില്ല, അതെല്ലാം ജയൻ ചേട്ടൻ്റെത്. ഫൈറ്റ് നസീർ സാറിൻ്റെ അത്രയും പിന്നെ വിൻസെൻറ്റിൻ്റെ അത്രയും പിന്നെ സ്റ്റൈലല്ല ജയേട്ടൻ്റെ ഫൈറ്റ്. ജയൻ ചേട്ടൻ ക്യാമറ സ്റ്റാർട്ട് പറഞ്ഞ് ചാടി വീണിട്ട് എവിടെയല്ലോ അടിക്കലാണ്. അതിനൊരു പ്രത്യേക റിയാക്ഷൻ